വഖഫ് ഭേദഗതി ബിൽ CPIM എതിർക്കുകയാണെന്നും ഈ ബിൽ മുസ്ലിം സമൂഹത്തിലെ പാവപ്പെട്ടവരെയും സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടുവന്ന കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്ക് പോലും ഇതല്ല അതിൻ്റെ ഉദ്ദേശമെന്ന് നന്നായി അറിയാമെന്ന് കെ രാധാകൃഷ്ണൻ MP ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ സഹായിക്കണമെന്ന ഉദ്ദേശം ഈ സർക്കാരിനുണ്ടെങ്കിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടിയാണ് ആദ്യം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളേണ്ടതെന്നും എന്നാൽ ഇപ്പോൾ അതല്ല കാണുന്നതെന്നും ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച് അവരുടെ തകർച്ചയാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും MP പറഞ്ഞു. വഖഫ് ബില്ല് മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ലംഘനമാണ്. വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമുദായങ്ങളുടെ അവകാശങ്ങൾ തകർക്കാനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ച് കടക്കുന്നതിൻ്റെ ഉദാഹരണമാണ് വഖഫ് ബില്ലെന്നും മുസ്ലിം സമൂഹത്തിൻ്റെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കാൻ പാടില്ലെന്നും ഇതേ സമീപനം മറ്റു സമുദായങ്ങളോട് കേന്ദ്ര സർക്കാർ ചെയ്യുമോ എന്നും കെ രാധാകൃഷ്ണൻ MP ലോക്സഭയിൽ ചോദിച്ചു. Sir, I oppose the bill on behalf of Communist Party of India Marxist. Sir, ഈ ബില്ല് ഇന്നിവിടെ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ വനിതകൾക്ക് വേണ്ടിയുമാണെന്നാണ്. പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ വനിതകൾക്കോ വേണ്ടിയല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ഈ ബില്ല് കൊണ്ടുവന്ന സർക്കാരിന് തന്നെ നല്ലപോലെ അറിയാം. നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷത്തെയും ബാധിക്കുന്ന വിഷയങ്ങൾ അത് ശരിയായ രീതിയിൽ പരിഹരിക്കുന്നതിന് പകരം തെറ്റായ സമീപനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഓരോ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെക്കൊണ്ട് ചിന്തിപ്പിക്കണം. അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറയാം. സർ, ന്യൂനപക്ഷത്തിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ന്യൂനപക്ഷ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അത് ഓരോ വർഷവും കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്.